അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ബസ്സിലേക്ക് കണക്കാം. നമ്മൾ 8 മാർച്ചിനും കണ്ടായിരുന്നു ഒരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഈ പരീക്ഷയ്ക്കും 16-ാം തീയതിത്തെ പരീക്ഷയ്ക്കും ഒരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതും 14 പേരുടെ ആയിരുന്നു, ഇതും 14 പേരുടെ ആയിരുന്നു. പക്ഷേ അന്നത്തേനേക്കാൾ ഇച്ചിരി കൂടെ ഒരു ട്രിക്കിയാണ് ഇന്നത്തെ പാരലൽ. നമുക്കതിലേക്ക് കിടക്കാം. അതിനാണ് 14 പേഴ്സൺ സിറ്റ് ഇൻ 2 പാരലൽ റോസ്. ABCD സിറ്റ് റോ 1 ഫേസ് നോർത്ത്. റോ 1 താഴെയാണെന്ന് ഓർക്കുക. ആൻഡ് PQRSTV റോ 2 ഫേസ് സൗത്ത്. ഓക്കെ, ഓൾ ദ ഇൻഫർമേഷൻ നമുക്ക് തുടങ്ങാം. വി സിറ്റ്സ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ. സോ നമ്മൾ ആരൊക്കെയാണ് സൗത്ത് നോർത്ത് എന്നുള്ള ബോധം നല്ലപോലെ വേണം. അതനുസരിച്ച് ഇൻഫർമേഷൻ എഴുതണം. വി സിറ്റ്സ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂ മുകളിലാണ്, സൗത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. റോ 1 റോ 2ലാണ്, ഫേസ് സൗത്ത്. അതെപ്പോഴും ഓർത്തോണം. സോ വി സിറ്റ്സ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ. വി സിറ്റ്സ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ. ഓക്കെ, ദ വൺ ഹൂ സിറ്റ്സ് ഓപ്പോസിറ്റ് വി. വിയുടെ ഓപ്പോസിറ്റ് ആരാണോ അയാൾ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. വിയുടെ ഓപ്പോസിറ്റ് ആരാണോ അത് അറിയില്ല നമുക്ക്. അയാൾ ഡിയുടെ തേർഡ് റൈറ്റാണ്. ഡി നോർത്താണ് ഇവിടെ. റോ 1ലുള്ള ആൾക്കാരാണ്. അപ്പോൾ തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. കണ്ടോ, നല്ലൊരു ഇൻഫർമേഷൻ ആണത്. ക്യൂ വി സിറ്റ്സ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ. ആ വിയെ ഫേസ് ചെയ്യുന്ന ആൾ ഡിയുടെ തേർഡ് റൈറ്റ് ആണ് അതിനകത്ത്. സോ ഇത് ചേർത്ത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പാരലൽ റോ ഭയങ്കര പാടായിട്ട് തോന്നും. 3 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ജി. ഡിയും ജിയും തമ്മിൽ 3 പേരുടെ വ്യത്യാസം. 3 പേര് ഇടയ്ക്കുണ്ട് അതിനകത്ത്. The number of persons sits to the right of R is same as number of persons sits to the right of C. നിങ്ങൾ ഓർക്കുക, നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ടു ദ റൈറ്റ് ഓഫ് ആർ. ആറ് മുകളിലാണ്, സൗത്താണ്. സോ അങ്ങനെ തന്നെ കാണിക്കുക. റൈറ്റ് ഓഫ് ആർ ഈസ് സെയിം ആസ് റൈറ്റ് ഓഫ് ആർ സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ടു ദ റൈറ്റ് ഓഫ് സി. നമ്പർ ഓഫ് സി താഴെയാണ്. വേണേൽ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം, സിയുടെ റൈറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിലൂടെ എളുപ്പമായിരിക്കും. നമ്മൾ എങ്ങനെയാണോ പാരലലിരിക്കുന്നത് അതേപോലെ തന്നെ ഇൻഫർമേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഇച്ചിലൂടെ സൗകര്യമായിരിക്കും. ഓക്കെ, പിന്നെ അവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആർ ആൻഡ് സി ഡസൻ സിറ്റ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ആറും സിയും ഡയറക്റ്റ് ഇത് വരത്തില്ല. നിങ്ങൾക്ക് എന്നും പറഞ്ഞ് ഇവരെ നടുക്കൊണ്ട് ഇരുത്താൻ പറ്റത്തില്ല. കാരണം 7 പേരാണ്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റും ആണല്ലോ. അപ്പോൾ 2 പേരെ നടുക്കിരുത്താൻ അങ്ങനെ പറ്റില്ല നിങ്ങൾക്ക് അതിനകത്ത്. ഓക്കെ, ടി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. ആറിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആര് വരും? ടി വരും. ആർ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു? സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നു. മോർ ദാൻ 2 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എ. സിയുടെയും എയുടെയും ഇടയ്ക്ക് 2ൽ കൂടുതൽ ആൾക്കാർ വരുന്നു. 2ൽ കൂടുതൽ ആൾക്കാർ സിയുടെ എയുടെ ഇരിക്കുന്നു. യു ആൻഡ് വി ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ടു ഈച്ച് അതർ. യുവും വിയും, യുവിൻ്റെ അടുത്ത് ആര് വരുന്നു? വി വരുന്നു. ജി ഡസൻ സിറ്റ് ഓപ്പോസിറ്റ് എസ്. ജി എസിന് ഓപ്പോസിറ്റ് വരില്ല. സോ ഇതൊരു നോ കണ്ടീഷനാണ്. ദ വൺ ഹൂ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു എസ്. ആരാണോ എസിൻ്റെ, എസ് മുകളിലാണ്, ആരാണോ എസിൻ്റെ മുകളിലുള്ളത് ഫേസ് ചെയ്യുന്ന ആൾ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എഫ്. അയാൾ എഫിൻ്റെ തേർഡ് റൈറ്റ് ആണ്. 1 2 3. ബി ഈസ് നെയ്തർ ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി നോർ സിറ്റ്സ് അറ്റ് എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. ബി താഴെയാണ്, ആറ് ഇമ്മീഡിയറ്റ് നെയ്ബർ ആകില്ല. ബി ഡിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആകില്ല. പിന്നെ അത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്, ഒരു എൻഡിലും വരില്ല. നോക്കിയേ, നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഇതായിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ എല്ലാം നല്ല സുന്ദരമായിട്ട് നമുക്ക് കാണാം. ഇതിലേക്ക് നോക്കണ്ട, കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് നോക്കാം. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. റോ 2ലുള്ളവർ സൗത്തിലേക്കും റോ 1ലുള്ളവർ
നോർത്തിലേക്കും. എല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം നമ്മുടെ ഇതിലേക്ക്. നമുക്കത് ഏറ്റവും എപ്പോഴും എടുക്കേണ്ടത് ഒരു പസിൽ വിജയിക്കുന്നത് നിങ്ങൾ എവിടുന്ന് എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇൻഫർമേഷൻ എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്രോച്ച്. സോ ഇവിടെ ഏത് രീതി വേണേൽ നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ ഞാൻ എടുക്കുന്ന എപ്പോഴും കണക്ഷൻ കൂടുതലുള്ളതിനായിരിക്കും. നോക്കുക, ക്യൂവിൻ്റെ കഴിഞ്ഞ് 3 കഴിഞ്ഞ് ലെഫ്റ്റ് കഴിഞ്ഞ് വി. സോ നമുക്ക് ക്യൂ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചിലർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് പറ്റിയില്ലെങ്കിൽ ഇവിടേക്ക് പോകും. നിങ്ങൾ നോക്കുക, ക്യൂ കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4, അപ്പോൾ തന്നെ 5 സ്പേസ് കവർ ചെയ്തു. അപ്പോൾ മാക്സിമം സ്പേസ് കവർ ചെയ്യുന്ന ആദ്യം എടുക്കുക. ക്യൂ കഴിഞ്ഞ് 1 2 3 കഴിഞ്ഞ് വി. ഇനി അവർ പറഞ്ഞിട്ടുണ്ട്, വിയെ ആര് ഫേസ് ചെയ്യുന്നോ അയാൾ ഡിയുടെ തേർഡ് റൈറ്റാണ്. സോ ആര് ഫേസ് ചെയ്യുന്നു നമുക്കറിയില്ല, അയാൾ. സോ ഡി ഇവിടെ വരും. ഇനി അടുത്ത ഇൻഫർമേഷനിലേക്ക് കിടക്കാം. ഡി കഴിഞ്ഞ് 3 കഴിഞ്ഞ് ജി. 1 2 3 കഴിഞ്ഞ് ജി. ഇനി നമുക്ക് ഏതിലെടുക്കാം? ജിയുടെ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല. നമുക്ക് ആറിനെയും സിയെയും ഇത് ചെയ്തെടുക്കാം. കാരണം ബാക്കിയെല്ലാം കണക്റ്റഡ് ആറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആറിനെ സി ആക്കാം. അവരൊരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ആറിൻ്റെ റൈറ്റ്, R2ലാണ്, സി റൈറ്റ്. ആറിൻ്റെ റൈറ്റിൽ എത്രയുണ്ടോ അത് സിയുടെ റൈറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആറിനെ സിയെ നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ല. കാരണം അവർ നേരെ വരില്ല. അപ്പോൾ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞാൽ അതും പറ്റത്തില്ല. നോക്കുക, ഈ അറ്റത്ത് വെക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. അപ്പോൾ ആർ ഇവിടെ. അപ്പോൾ ആറിൻ്റെ റൈറ്റിലേക്ക് 2 പേർ. അപ്പോൾ സിയുടെ റൈറ്റിലേക്ക് 2 പേർ. അതാണല്ലോ എൻ്റെ ഇതിലേക്ക്. അവർ നേരെ വരുന്നുമില്ല അതിനകത്ത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആറിൻ്റെ ലെഫ്റ്റിൽ ആരുണ്ട്? ടി ഉണ്ട്. ആറിൻ്റെ ലെഫ്റ്റിൽ ടി ഉണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് സിയുടെ ഇത് നോക്കാം. സിയുടെ എയിലേക്ക് 2ൽ കൂടുതൽ, 1 2 3, എ ഇവിടെ വരത്തുള്ളൂ. 2ൽ കൂടുതൽ ഇവിടേക്ക് വരുന്നു. ഇനിയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഡിയുടെ അടുത്ത് ആര് വരില്ല? ബി വരില്ല. മനസ്സിലായോ? സോ ബിയുടെ അടുത്ത് ഡി വരില്ല. ആയിക്കോട്ടെ. അപ്പോൾ ഡി ഇവിടെയും വരില്ല, ഇവിടെയും വരില്ല, ബി ഇവിടെയും വരില്ല. അപ്പോൾ ബിക്ക് ആകെയുള്ള നമ്മുടെ ഓപ്ഷൻ ഇവിടെ മാത്രമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? എസ് നിൽക്കുന്ന ആൾ, എസ് ഇത് ചെയ്യുന്ന ആൾ 2 കഴിഞ്ഞ് എഫ്. അപ്പോൾ എസിനെ ഇവിടെ പറ്റില്ല. ഇനി എസിനെ ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ എസിനെ നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. എസ് കഴിഞ്ഞ് ഫേസ് ചെയ്യുന്ന ആൾ കഴിഞ്ഞ് 2 കഴിഞ്ഞ് എഫ്. ഓക്കെ, 6 കഴിഞ്ഞ് ടി, കാര്യമല്ല. സി കഴിഞ്ഞ് എ. ഓക്കെ, ഇനി നമുക്ക് എവിടെയൊക്കെ ഫേസ് ചെയ്യാം? പറ്റില്ല. കാരണം വിയുടെ അടുത്ത് ആര് വരണം? യു വരണം. വിയുടെ അടുത്ത് യു വരണം. സോ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി തള്ളിക്കളഞ്ഞാൽ പറ്റും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് ഇത് വരുന്നതോടുകൂടി ഈ കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇതിനെ തള്ളിക്കളയാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ മാറ്റിയെടുക്കുന്നു. അടുത്ത ഇതിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ക്യൂവിനെ ഇങ്ങേയറ്റത്ത് എടുത്തെങ്കിൽ ഞാൻ ഇനി ക്യൂവിനെ ഇപ്പുറത്തോട്ട് മാറ്റും. ക്യൂ കഴിഞ്ഞ് 1 2 3 കഴിഞ്ഞ് വി. ഓക്കെ, വിയെ ഇത് ചെയ്യുന്ന ആൾ കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഡി. ഡിയുടെ അടുത്ത് ബി വരില്ല, ബി ഇവിടെ വരില്ല, ബി ഇവിടെ വരില്ല. ഓക്കെ, ഇനി ആരാ? ഡി കഴിഞ്ഞ് 3 കഴിഞ്ഞ് ജി. ഡി കഴിഞ്ഞ് ഇങ്ങോട്ടില്ല. സോ 3 കഴിഞ്ഞ് ജി. ഓക്കെ, ഇനി ഏതാ? അപ്പോൾ ജിയുടെ സ്പേസും ഇതായി. ജിയും എസുമായിട്ട് വരില്ല. അപ്പോൾ എസ് ഇവിടെ വരില്ല. അപ്പോൾ എസ് ഇവിടെ വരാത്തടത്തോളം കാലം വിയുടെ അടുത്ത് യു വരുന്നു അതിനകത്ത്. സോ ഇനി നമുക്ക് ആറിനെ സി എഴുതി ചെയ്യാം. ഞാൻ യുവിനൂടെ വെച്ചതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പുറത്ത് വേണേലും വെക്കാം. അതിനകത്ത് ആറിൻ്റെ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, റൈറ്റ് ഇങ്ങോട്ടാണ്, എത്രയുണ്ടോ അത്രയും സിയുടെ ഇതിലേക്ക് വരും. അപ്പോൾ ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. പിന്നുള്ള സ്പേസ് ഇവിടെയാണ്. 6ൻ്റെ റൈറ്റിലേക്ക് 2. സോ
സിയുടെ റൈറ്റിലേക്ക് 2. അപ്പോൾ ആറിനെയും സിയെ നമ്മൾ ഇത് ചെയ്തു. ആറിൻ്റെ ലെഫ്റ്റിലേക്ക് ടി വരും, 6 ലെഫ്റ്റിലേക്ക് ടി വരും. പിന്നെ സിയും എയും തമ്മിൽ 2ൽ കൂടുതൽ, ഇത് സ്പേസ് മാത്രമേ ഉള്ളൂ. 2ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 3, 1 2 3. അപ്പോൾ എയെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ആറും സിയും വരില്ല, ബാക്കി കാര്യങ്ങളെല്ലാം ആയി. ഇനി നമുക്ക് എസ്സിനെ നമുക്ക് പ്ലേസ് ചെയ്യണം. അതിനകത്ത് എസ്സിനെ ആര് ഇത് ചെയ്യുന്നോ, കാരണം എന്താ, എസ്സിനെ ഇവിടെ വെക്കാൻ പറ്റില്ല, കാരണം ഇങ്ങോട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ എസ്സിനെ ആര് ഇത് ചെയ്യുന്നോ, ഫേസ് ചെയ്യുന്നോ, അവരുടെ 2 കഴിഞ്ഞിട്ട് എഫ്. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി, എഫ് ഇതായി. ഇനിയും ബിക്ക് എവിടെയാണ്, ബി ഇവിടെ വരില്ല, ഇവിടെ വരില്ല. അപ്പോൾ ബി ഇവിടെ. ഇനി ആരാ ഇവിടെ ബാക്കിയുള്ളത്, എ ബി സി ഡി ഇ. ഇവിടെ ആര് വരും, പി വരും. നോക്കിക്കേ, നമ്മൾ രണ്ടാമത്തെ പോസിബിലിറ്റി തന്നെ ആ സംഭവം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തേനേക്കാൾ ഇച്ചിരി കൂടെ ടഫാണ്, പക്ഷേ കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ നിങ്ങളൊന്നും പേടിക്കേണ്ട. ആദ്യം ആ ഇൻഫർമേഷൻ അനുസരിച്ച് എടുക്കുക. 1 2 3 അങ്ങനെ നല്ല സമാധാനമായിട്ട് അങ്ങ് പോയാൽ മതി. 4 5 6 and 7 ഇതുകൊണ്ട്. സോ ഇത് നോക്കിയാൽ സുഖമായിട്ട് അപ്പസ് കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട. ഇതൊക്കെ ഇടാൻ അധികം സമയവും കാര്യങ്ങളും ഒന്നും വേണ്ട. എന്നാൽ ഒരു പിയോയുടെ ലെവൽ അവർ വളരെ ഭംഗിയായിട്ട് അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ക്ലർക്കിൻ്റെ ലെവലൊന്നും അല്ലത്. ഒരു പിയോയുടെ പ്രിലിംസ് ലെവൽ നല്ല ഭംഗിയായിട്ട് ഈ പാരലൽ പസ്. ഓർക്കുക, 2 ഷിഫ്റ്റിലും പാരലൽ പസിലുണ്ടായിരുന്നു, വേറെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഞാൻ കണ്ടില്ല. അപ്പോൾ പാരലൽ പസിലിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇഫ് പി ഈസ് റിലേറ്റഡ് ടു ഡി, പി ഈസ് റിലേറ്റഡ് ടു ഡി അല്ലേ, പി ഈസ് റിലേറ്റഡ് ടു ഡി, ആർ ഈസ് റിലേറ്റഡ് ടു സി. കണ്ടില്ലേ, നിങ്ങളുടെ റിലേഷൻ കണ്ടില്ലേ, ആർ ഈസ് റിലേറ്റഡ് ടു സി. അങ്ങനെയെങ്കിൽ ക്യൂ ഈസ് റിലേറ്റഡ് ടു ഹൂം, ക്യൂ ഈസ് റിലേറ്റഡ് ടു ഹൂം. ആരാണ്, ഇ. പക്ഷെ അവരതിനകത്ത് കറക്റ്റായിട്ടല്ല പറഞ്ഞേക്കുന്നത് അല്ലേ. എ ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്. പേഴ്സൺ ഹൂസ് ഈസ് 4th ടു ദ ലെഫ്റ്റ് ഓഫ് ജി, ജിയുടെ 1 2 3. പേഴ്സൺ അത് അല്ല, 4th അല്ല, 3rd ആണ്. അടുത്തത് ദ പേഴ്സൺ ഹൂസ് ഈസ് 2nd ടു ദ റൈറ്റ് ഓഫ് എഫ്, അതെ എഫിൻ്റെ 1 2. സോ ആൻസർ ഈസ് ദിസ്. ഓർക്കുക, പസിൽസിൻ്റെ ക്വസ്റ്റ്യൻസും ട്രിക്കിയാണ്. അപ്പം എളുപ്പത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും അത് തരില്ല. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പം നല്ലപോലെ നോക്കിയിട്ട് വേണം. സമയം പെട്ടെന്ന് നമുക്ക് ക്ലർക്കിൻ്റെ കൂട്ട് അവർ ഡയറക്റ്റായിട്ടുള്ള ഒരു ആൻസർ തരില്ല. വീണ്ടും അതിൽ നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കാണും. ഇവിടെയാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് പെയർ ഓഫ് പേഴ്സൺ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ആരാണ് ഇതിനകത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ? എസ് യു ആണോ? അല്ല. ക്യു എ ആണോ? അല്ല. ടി എഫ് ആണോ? അല്ല. ആർ ഡി. സോ ഒബ്വിയസ്ലി യു ഇ അല്ലല്ലോ. ഒബ്വിയസ്ലി ആർ ഡി ഇസ് ദ ആൻസർ. നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹൂ സിറ്റ്സ് ഓപ്പോസിറ്റ് ബി? ബിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, ബിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വി. വിയുമായി നോക്കുമ്പോൾ ആറിൻ്റെ സ്ഥാനം, പൊസിഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു വി എന്നാണ് ചോദ്യം. വി, വിയുടെ എവിടെ ഇരിക്കുന്ന ആർ? വിയുടെ ലെഫ്റ്റ് അതാണ്, റൈറ്റ് ഇതാണ്. സോ 3rd ടു ദ ലെഫ്റ്റ് പറ്റില്ല, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് പറ്റത്തില്ല, 4th ടു ദ റൈറ്റ് പറ്റില്ല, 4th ടു ദ ലെഫ്റ്റ് പറ്റില്ല, 3rd ടു ദ റൈറ്റ്. 1 2 3. യെസ്, ഇറ്റ് ഈസ് 3rd ടു ദ റൈറ്റ്. തെറ്റിപ്പോകരുത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും. നിങ്ങൾ എണ്ണുന്ന കാര്യങ്ങളിൽ ചിലർ പെട്ടെന്ന് അത് തെറ്റിപ്പോകാനുള്ള ചാൻസിലേക്ക് വരും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമേ ശരിയായില്ല, പിന്നീടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ശരിയാകുക, അത് പറ്റില്ല. നമുക്ക് അടുത്തയിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്ത എന്താണ്? മോർ ദാൻ 3 പേഴ്സൺസ് സിറ്റ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ റൈറ്റ് ഇല്ല, റൈറ്റിലേക്ക് ആരുമില്ല. 2 പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ. നോട്ട് ട്രൂ ആ കേട്ടോ, നോട്ട് ട്രൂ ആ. അപ്പോൾ ആദ്യത്തേത് നോട്ട് ട്രൂ. 2 പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ ഇല്ല. എഫിയുടെ ഇയുടെ ഇടയ്ക്ക് ഒരാളേ ഉള്ളൂ. ഡി ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് എ. ഡി ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് എ. അതെ, ഡി ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് എ ശരിയാണ്. നമുക്ക് വേണ്ടത് നോട്ട് ട്രൂ ആ കേട്ടോ, ഇതിൽ ശരി ഇതാണ്. അപ്പോൾ തെറ്റ് ഏതൊക്കെ? ഒൺലി 1 and 2, അത് രണ്ടും തെറ്റാണ്. നോട്ട് ട്രൂ എന്നുള്ളതാണ് ചോദ്യം. അത് ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് പസിൽ ചെയ്തുകൊണ്ട് മാത്രമായില്ല,
ഇതിനകത്തെ കടമ്പയും കൂടെ കിടക്കുക പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും കൂടെ കറക്റ്റ് ആയിരിക്കണം. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഓക്കെ, ഹു among the following person sits exactly between D and the person who sits opposite to U? ഡിയുടെ ഇടയ്ക്കും യുവിൻ്റെ നേരെ ആരാ? യുവിൻ്റെ നേരെ ജി. ഡിയുടെ ഇടയ്ക്ക് എത്ര പേർ? 3 പേർ. അവരുടെ എക്സാക്ട്ലി മിഡിൽ ആരായിരിക്കും? സി. സോ സി ഈസ് ദ ആൻസർ. സോ നമ്മുടെ പാരലൽ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ക്വസ്റ്റ്യൻസാണ്, നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസാണ്. മനസ്സിലായോ? ആ നല്ല ഇതുള്ളവൻ, നല്ല സൂക്ഷ്മതയുള്ളവർ മാത്രമേ ഇതിന് മാർക്ക് മേടിക്കത്തു. ഇല്ല, തെറ്റാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഈ പസിലും അത് തന്നെ, ക്വസ്റ്റ്യൻസും അത് തന്നെ. സോ നമ്മൾ ഇത്ര നേരം വേരിയബിൾ ഇല്ലാത്ത പസിലെല്ലാം ചെയ്തു. ഇനി നമുക്ക് അടുത്ത വേരിയബിൾ ഉള്ള 2 പസിലിലേക്ക് കടക്കാം. ഇനി നമുക്ക് നമ്മുടെ ബൈ വേരിയബിൾ പസിലിലേക്ക് നോക്കാം. നല്ല എന്താ ഒരു ലീനിയർ പസിലാണ് വന്നേക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ 3ാമത്തേത് നമ്മൾ സർക്കുലർ കണ്ടു, പാരലൽ പസിൽ കണ്ടു. എന്നാൽ ലീനിയറിലേക്ക് വരുമ്പോൾ അത് ബൈ വേരിയബിളിലേക്ക് വരും. എന്നാൽ ലീനിയർ ആണെങ്കിലും നല്ലൊരു പസിലാണ് കേട്ടോ. പാരലൽ പസിലിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ലീനിയർ അതിനകത്ത്. സോ നമുക്ക് നോക്കാം. 7 persons sitting in a row facing north and they are also like different fruits. So fruits are the variable അതിനകത്ത്. ഇനി നമുക്കതിലേക്ക് പോകാം. B sits 4 places to the right of the one who likes mango. ബി മാംഗോ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ റൈറ്റിലേക്ക് 4ാമത്. സോ മാംഗോ 1 2 3 ബി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. 2 persons sit between ബി ആൻഡ് ഡി. ബിയുടെയും ഡിയുടെയും ഇടയ്ക്ക് 2 പേർ. എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. ദ നമ്പർ ഓഫ് പേഴ്സൺസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. Number of persons to the left of D is 1 less than the number of persons to the right of the one who likes papaya. നോക്കിയേ, ഡിയുടെ ലെഫ്റ്റിലേക്ക് എത്രയുണ്ടോ അങ്ങനെ എഴുതാം നമുക്ക്. ഡിയുടെ ലെഫ്റ്റിലേക്ക് എത്രയുണ്ടോ അതെന്താ? പപ്പയ ഇഷ്ടപ്പെടുന്ന ആളുടെ റൈറ്റിലേക്കുള്ളതിനേക്കാൾ ഒരെണ്ണം കുറവായിരിക്കും ഡിയുടെ ലെഫ്റ്റിലേക്ക്. സോ പപ്പയയുടെ റൈറ്റിലേക്കുള്ളതായിരിക്കും കൂടുതൽ എന്നർത്ഥം. അതായത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 2. The one who likes kiwi sits third to the left of G. കിവി ഇഷ്ടപ്പെടുന്ന ആൾ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. The one who likes pear sits immediate left of A. എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് പിയർ. എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് പിയർ ഇഷ്ടപ്പെടുന്ന ആൾ. 1 person sit between A and the one who likes grape. എയും ഗ്രേപ്പും ഇഷ്ടപ്പെടുന്ന ആളും തമ്മിൽ ഒരാളുടെ വ്യത്യാസം, ഇല്ലെങ്കിൽ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക്. The number of persons to the left of A. The number of persons to the left of A is same as the number of persons between F and the one who likes cherry. ഇതേ ലെഫ്റ്റിൽ എത്ര പേരുണ്ടോ, എയുടെ ലെഫ്റ്റിലേക്ക് എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ കാണണം എഫിൻ്റെയും ചെറി ഇഷ്ടപ്പെടുന്ന ആളുടെ ഇടയ്ക്ക്. എഫ് ആൻഡ് സി ഡസ് നോട്ട് ലൈക്ക് പിയർ. എഫും സിയും പിയർ ഇഷ്ടപ്പെടത്തില്ല. നോക്കിയേ, ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ. എനിക്ക് തോന്നുന്നു പാരലൽ പസിലിനെക്കാട്ടി ഇൻഫർമേഷൻ കുറവാണെന്ന് തോന്നുന്നു നമുക്ക്. അതായത് പറയാം, ചിലപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ പാരലൽ പസിലിനെക്കാട്ടി മുമ്പേ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത് വായിച്ച് നോക്കി അറിയാം, നമുക്കത് ഇട്ട് നോക്കുമ്പോൾ അറിയാം എന്ത് സുന്ദരമായിട്ട് നമ്മൾ ഈ പസിൽ ചെയ്യുന്നതെന്ന് ഓർത്തോണം. ഇത് ബൈ വേരിയബിൾ ആണെങ്കിൽ പോലും ഒരു സിംഗിൾ വേരിയബിൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്കിത് കിട്ടുന്നത്. നല്ല സുന്ദരമായ പസിലായത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ മാക്സിമം കവറേജ് ഉള്ളത് ഞാൻ അങ്ങ് എടുക്കുക. മാംഗോ ബി, പിന്നെ ബിയുടെ കവറേജ്, ബിയുടെ ഇത്. സോ ഫസ്റ്റ് ഞാൻ ഇതെടുക്കുന്നു, സെക്കൻഡ് ഞാൻ ഇതെടുക്കും. സോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആർക്കും എവിടുന്ന് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം, 3 പേരിടയ്ക്ക്. സോ ബി ഇവിടെ വരാം. അടുത്ത ആൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബി ഇവിടെ വരാം. അടുത്ത ആൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബി ഇവിടെ വരാം. നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകുന്നു. സോ മാംഗോ കഴിഞ്ഞ് 1 2 3 കഴിഞ്ഞ് ബി. ഇനി ബി കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞ് ഡി. അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. സോ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. സോ ഡിയെ കിട്ടി.
ഇനി നോക്കിയേ ഡിയുടെ കണക്ഷൻ കിടക്കുന്നു. ഡിയുടെ ലെഫ്റ്റിലേക്ക് എത്ര പേരുണ്ടോ അതാണ് പപ്പയെ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ അങ്ങോട്ടുള്ളതിനേക്കാൾ ഒരെണ്ണം കുറവ്. ഡിയുടെ ലെഫ്റ്റിലേക്ക് ഒരാൾ, അപ്പോൾ പപ്പയെ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ റൈറ്റിലേക്ക് 2 പേർ കാണണം. സോ അതാണ് നമ്മുടെ കിട്ടിയത്. സോ ബി ആണ് പപ്പയ നമ്മുടെ ഇതിൽ കേട്ടോ. സോ ഇത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് ആരെ പേസ് ഇത് ചെയ്യാം? ലെഫ്റ്റ് ഓഫ് എ അത് കിട്ടാറായില്ല. പിന്നെ എല്ലാം എയുടെ കണക്ഷനാണ്. സോ നമുക്ക് എ വെക്കാറായില്ല. അതിന് മുമ്പ് നമുക്ക് ഒരാളിനെ വെക്കാം. ജി എന്നുള്ള ആളിനെ വെച്ച് നോക്കാം. ജി 2 കഴിഞ്ഞ് കിവി, ജിയുടെ 3rd ലെഫ്റ്റിലെ കിവി. സോ ജിയെ ഇവിടെ വെച്ചാൽ 2 കഴിഞ്ഞ് കിവി. അവിടെ പറ്റിയില്ലെങ്കിൽ ജിയെ ഇവിടെ വെക്കുന്നു, ഇവിടെ കിട്ടുന്നു. സോ ആദ്യം നമുക്ക് അവിടെ വെച്ച് നോക്കാം. അങ്ങനെയാണല്ലോ പോസിബിലിറ്റി നോക്കുന്നത്. സോ ജി 2 കഴിഞ്ഞ് കിവി ആയിക്കോട്ടെ. ഇനി പിയർ, എയുടെ തൊട്ടിപ്പുറത്ത് പിയർ വേണം. ഇവിടെ എ വെക്കാൻ പറ്റില്ല, ഇവിടെ എ വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പിയർ ഇല്ല. ഇവിടെ എ വെക്കാം, അപ്പോൾ ഇവിടെ പിയർ വരും. വെച്ച് നോക്കാം. സോ എയുടെ തൊട്ട് ലെഫ്റ്റിൽ പിയർ വരണം. ഇനി എ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഗ്രേപ്പ് വരണം. എ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഗ്രേപ്പ് വരണം അതിനകത്ത്. ഇനിയും വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. പിയറിനെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നില്ല? എഫും വരില്ല, സിയും വരില്ല. പിയറിനെ ഇഷ്ടപ്പെടാൻ എഫും വരത്തില്ല, സിയും വരില്ല. A1 ഗ്രേപ്പ് അതവിടെ നിൽക്കട്ടെ. നമുക്ക് എയുടെ ലെഫ്റ്റിൽ എത്രയുണ്ടോ അത് തന്നെയാണ് എഫും ചെറിയും തമ്മിലുള്ള ഇത്. നോക്കിയേ, എയുടെ ലെഫ്റ്റിലേക്ക് 3 പേർ, അത് തന്നെയാണ് എഫും ചെറിയും തമ്മിലുള്ള ഇത്. നിങ്ങൾ നോക്കിയേ, എഫും ചെറിയും തമ്മിലുള്ള ഇതെന്ന് പറഞ്ഞാൽ എഫ് ഇവിടെ വരില്ല. എഫ് ഇവിടെ വന്നാൽ ചെറിയ ഇവിടെ വരായിരുന്നു, അതില്ല. നമുക്ക് എഫിനെ ഇവിടെ വെച്ച് കൊടുത്തു. ഇവിടെ നോക്കിയേ, എയുടെ ലെഫ്റ്റിലേക്ക് 3 പേർ, എഫും ചെറിയും 1 2 3, ചെറിയ ഇവിടെ വരാം. അപ്പോൾ നമുക്ക് എ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഗ്രേപ്പിനെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രേപ്പിനെ ഇവിടെ കൊണ്ടുവെക്കും. സോ എ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഗ്രേപ്പ്. അപ്പോൾ നമ്മളിവിടെ ആരൊക്കെ വെച്ചു? ഇവിടെ എഫും വരില്ല, സിയും വരില്ല അല്ലേ? എഫിനെ ഇവിടെ വെച്ചു, അപ്പോൾ സിയെ ഇവിടെ വെച്ചു. ഇനി ആരുണ്ട് ബാക്കി? എ ബി സി ഡി ഇ. ഫ്രൂട്ട്സിൽ ആരുണ്ട് ബാക്കി? ആപ്പിൾ. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എല്ലാം കറക്റ്റാണോ? ഒന്ന് മാംഗോ കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ബി, ബി കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഡി. ദെൻ ഡിയുടെ ലെഫ്റ്റിലേക്ക് എത്രയുണ്ടോ മൂന്നാമത് നമ്മളിതെടുത്തു. പപ്പയ അത്രയും അങ്ങോട്ടുണ്ട്. സോ ഡിയുടെ ലെഫ്റ്റിലേക്ക് 1 ആണെങ്കിൽ പപ്പയുടെ റൈറ്റിലേക്ക് 2. ദെൻ അടുത്ത നമ്മൾ ഏതെടുത്തു? ജിയെയും കിവിയെയും നമ്മൾ പ്ലേസ് ചെയ്തു. ജിയെയും കിവിയെയും നമുക്ക് പ്ലേസ് കറക്റ്റായിട്ട് കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നീക്കിയെടുക്കും അതിനകത്ത്. ദെൻ നമ്മൾ ആരെ പ്ലേസ് ചെയ്തു? എയുടെ തൊട്ടിപ്പുറത്ത് പിയർ വരുന്നു എന്നുള്ള ഇതിൽ നമ്മൾ എ ഇവിടെ വെച്ച് പിയറിനെ ഇവിടെ എടുത്തു. ദെൻ A1 ഗ്രേപ്പ് നമ്മൾ തൽക്കാലം അവിടെ അടുക്ക് വെക്കുന്നു, കാരണം അത് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. അതിന് മുമ്പ് നമ്മൾ എന്തെടുത്തു? നല്ല വൈറ്റിലൊരു ഇൻഫർമേഷൻ ഉണ്ട്. ലെഫ്റ്റ് ഓഫ് എ എത്ര ആൾക്കാരുണ്ടോ അത്രയും തന്നെയാണ് എഫും ചെറിയും. എഫും സിയും ഇവിടെ വരില്ലെന്ന് നേരത്തെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. സോ എഫ് ഇവിടെ വന്ന് ചെറിയ കറക്റ്റായിട്ട് ചെറി ഇവിടെ വരും. 3 പേരുടെ ഗ്യാപ്പിൽ ചെറിയ. സോ നമുക്ക് ഗ്രേപ്പിനെ ഇവിടെ നോക്കിയേ, എന്ത് സുന്ദരമായ പസിലാണ്. പാരലൽ പസിൽ ചെയ്തതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും, കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കണക്റ്റഡാണ്. നിങ്ങളെ കണക്ഷൻ കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചാൽ മതിയെന്നേ. 3 4 5 6 7 കണ്ടില്ലേ? ഇത് കറക്റ്റായിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് പസിൽ കറക്റ്റായിട്ട് വരും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ പസിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതുപോലെ ഈ പസിലിൻ്റെ ക്വസ്റ്റ്യനും ഇച്ചിരിയൊക്കെ എളുപ്പമാണ്, മറ്റേതിനെ പോലെ അല്ല. ഞാൻ പറഞ്ഞില്ലേ പാരലൽ പസിലായിരുന്നു ഒരു ഇച്ചിരി ഇതായിട്ട് വന്നത്. ഈ ലൈക്സ് വിച്ച് എമംഗ് ദ ഫ്രൂട്ട് നമ്മൾ ചെയ്ത് കറക്റ്റാണോ നോക്കുക. ഈ ലൈക്സ് പിയർ നോക്കിയേ. സോ പിയർ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ദ സി ആൻഡ് വൺ ഹൂ ലൈക്സ് ആപ്പിൾ? സിയുടെയും ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ ഇടയ്ക്ക് എത്ര പേരുണ്ടെന്ന്? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ലൈക്സ് ഗ്രേപ്പ്? ഗ്രേപ്പ് ഇഷ്ടപ്പെടുന്ന ആളാരാണ്? എഫ്. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇച്ചിരൂടെയൊക്കെ സിമ്പിളായിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് പെയർ. ഏതാണ് കറക്റ്റ് പെയറായിട്ട് ഇവിടെ വരുന്നത്? എഫ് കിവി ആണോ? അല്ല. സി ഗ്രേപ്പ്
അല്ല. ഡി ചെറി അല്ല. ഓക്കെ, ഡി ഈസ് ചെറി. ദാറ്റ് ഇസ് എ മാംഗോ അല്ല. ബി ആപ്പിൾ. സോ ഡി ചെറി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓർ ആർ കറക്റ്റ്? ജി ലൈക്സ് പപ്പയ അല്ല. സി ആൻഡ് ഡി സിറ്റ് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. 2 persons സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. അതെ, ഇയുടെ ലെഫ്റ്റിലേക്ക് 2 പേർ. സോ ഓൺലി 2 and 3. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇതിനകത്തെ ക്വസ്റ്റ്യൻസും പസിലും എല്ലാം സുഖമായി 5 മാർക്ക് മേടിക്കാവുന്ന ഒരു ഇതായിരുന്നു. സോ നമുക്ക് അടുത്ത ബൈവേരിയബിൾ പസിൽ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പസിലിലേക്ക് നമുക്ക് കിടക്കാം. സീക്വൻസ് ബേസ്ഡ് പസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പസിലിലേക്ക് വരാം. ഇത് ലാസ്റ്റിലേക്ക് വെച്ചെങ്കിലും ഞാൻ പിന്നെ അതിൻ്റെ ഓർഡർ പറയും. നമ്മൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ഞാൻ ചെയ്താൽ ഏത് ആദ്യം ചെയ്യുമെന്നൊക്കെ ഞാൻ പറയും. കാരണം ഇത് അത്രയും നല്ലൊരു പസിലാണ്. നമുക്ക് കാണാം. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ പി ഒക്ക് അവർ ബൈവേരിയബിൾ കൊടുത്ത പസിലാണെന്ന് തോന്നി ഇച്ചിരി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു പസിലാണ് ഈ സീക്വൻസ് ബേസ്ഡ് പസിൽ. ഇവിടെ നടക്കുന്നത് ഓരോ സംഭവങ്ങളുടെ സീക്വൻസാണ്. ഇവിടെ നടക്കുന്നത് 9 persons പർച്ചേസ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ഇവർ ഓരോ ഐറ്റംസ് ഇത് ചെയ്യണം. 8 persons പർച്ചേസ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ലാമ്പ്, കാൽക്കുലേറ്റർ, പെൻ, പെൻസിൽ. ഇവർ ഓരോന്നും മേടിക്കുന്ന ഓരോ സീക്വൻസാണ്. ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ മേടിക്കുന്നു, അങ്ങനെ. സോ ആ സീക്വൻസിൽ ഇവരെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടേത്. ഇത് ചെയ്ത് വന്നാലറിയാം വളരെ സുന്ദരമായൊരു പസിലാണ്. സോ നമുക്ക് പസിലിലേക്ക് പോകാം, നമ്മുടെ ഇൻഫർമേഷനിലേക്ക് പോകാം. സോ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഇതിലേക്ക്. സോ ആദ്യത്തെ ഇൻഫർമേഷൻ, എ പർച്ചേസ് ആൻ ഐറ്റം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സി. സി കഴിഞ്ഞ് തൊട്ട് പുറകെ മേടിച്ചു. കാരണം സി കഴിഞ്ഞിട്ട് എ വരൂ, സി കഴിഞ്ഞിട്ട് എ. 3 persons പർച്ചേസ് ഐറ്റം ബിറ്റ്വീൻ സി ആൻഡ് ദ വൺ ഹു പർച്ചേസ്ഡ് പെൻ. സിയും പെന്ന് പർച്ചേസ് ചെയ്ത ആളും തമ്മിൽ 3 പേരുടെ വ്യത്യാസം. ഇടയ്ക്ക് 3 പേരുണ്ട്. 2 persons പർച്ചേസ് ഐറ്റം ബിറ്റ്വീൻ ദ വൺ ഹു പർച്ചേസ്ഡ് പെൻ ആൻഡ് ദ വൺ ഹു പർച്ചേസ്ഡ് കാൽക്കുലേറ്റർ. പെൻ പർച്ചേസ് ചെയ്ത ആളും കാൽക്കുലേറ്റർ പർച്ചേസ് ചെയ്ത ആളും തമ്മിൽ 2 പേരുടെ വ്യത്യാസം. സോ പെൻ 2 കാൽക്കുലേറ്റർ. ഓക്കെ. ജി പർച്ചേസ് ആൻ ഐറ്റം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ പേഴ്സൺ ഹു പർച്ചേസ് കാൽക്കുലേറ്റർ. ഇനി കാൽക്കുലേറ്റർ മേടിച്ച ആളുടെ തൊട്ട് മേളിൽ ആര് മേടിച്ചു? ജി മേടിച്ചു. കാൽക്കുലേറ്റർ നോക്കി എല്ലാം കണക്റ്റഡായിട്ട് പോകുന്നത്. കാൽക്കുലേറ്ററിൻ്റെ തൊട്ട് മുകളിൽ ജി മേടിച്ചു. ദെൻ ആസ് മെനി പേഴ്സൺ പർച്ചേസ് ബിഫോർ ദ വൺ ഹു പർച്ചേസ് കാൽക്കുലേറ്റർ ആസ് ആഫ്റ്റർ ദ വൺ ഹു പർച്ചേസ് വാച്ച്. ഇതിനെയാണ് പറയുന്നത് പെയറിങ് എന്ന് പറയുന്നത്. സോ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? കാൽക്കുലേറ്ററിൻ്റെ മുമ്പിൽ എത്ര പേര് മേടിച്ചോ അത്രയും പേര് തന്നെ വാച്ചിൻ്റെ താഴേക്കും മേടിച്ചു. സോ കാൽക്കുലേറ്റർ മുകളിലേക്ക് എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കും വാച്ചിൻ്റെ താഴേക്ക്. സോ ദിസ് ഈസ് നോൺ ആസ് പെയറിങ്. കാൽക്കുലേറ്റർ ആൻഡ് വാച്ച് ഈസ് പെയർ. അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ ഒരു പസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ജി ഡസിൻ പർച്ചേസ് വാച്ച്. ജി വാച്ച് പർച്ചേസ് ചെയ്യില്ല. എച്ച് പർച്ചേസ് ലാപ്ടോപ്പ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡി. എച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു ഇക്ക് മുമ്പ്. സോ എച്ച് ലാപ്ടോപ്പ് ഇക്ക് മുമ്പ് പർച്ചേസ് ചെയ്തു. നമ്മളെപ്പോഴും സീക്വൻസ് ആണ് മുകളിൽ. ആദ്യം സംഭവിച്ചത് ആദ്യം. ബിഫോർ ഇ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡി. നോക്കിയേ, ഡിക്ക് തൊട്ട് താഴെ എന്നാൽ ഇക്ക് തൊട്ട് മുകളിൽ എച്ച് ലാപ്ടോപ്പുമാണ് ഇത് ചെയ്യുന്നത്. 2 persons പർച്ചേസ് ബിറ്റ്വീൻ ഡി ആൻഡ് ദ വൺ ഹു പർച്ചേസ് ബാഗ്. ഡിയും ബാഗും പർച്ചേസ് ചെയ്ത ആളും തമ്മിൽ 2 പേരുടെ വ്യത്യാസം. ജി ഡസിൻ പർച്ചേസ് ലാമ്പ്. നിങ്ങൾ നോക്കുക, ജി ഇല്ലാത്ത സംഖ്യ എന്തൊക്കെയാണ്? വാച്ച്, ലാമ്പ്. പിന്നെ ബി പർച്ചേസ് ഐറ്റം ബിഫോർ എഫ്. ബി എഫിന് മുമ്പെയാണ് മേടിച്ചത്. എഫ് കഴിഞ്ഞിട്ടല്ല ബി മേടിച്ചതെന്ന് അർത്ഥം. അതിനാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ഞാൻ ഇങ്ങോട്ടൊന്ന് ഇത് ചെയ്യുകയാണ്. സി ആൻഡ് ദ വൺ ഹു പർച്ചേസ് പെൻ. എ പർച്ചേസ് ആൻഡ് purchase lamp. B purchase item before F. G and S doesn't purchase book. അപ്പോൾ ജിയുടെ കൂടെ ആര് വന്നു? ബുക്കും വന്നു.
പിന്നെ ഡിയും എന്ത് പർച്ചേസ് ചെയ്യുന്നില്ല? ബുക്ക് പർച്ചേസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് എ ഇൻഫർമേഷൻ. ഇനി നമുക്ക് തുടങ്ങാം അതിനകത്ത്. ദിസ് ഈസ് ദ നെയിം ഓഫ് പേഴ്സൺ ആൻഡ് ദിസ് ഈസ് ഐറ്റം എന്ന് നമുക്ക് ഇത് ചെയ്യാം അതിനകത്ത്. സോ ഇനി നമുക്ക് നമ്മുടെ അനലൈസ് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളിടത്തുനിന്ന് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, സിയും എയും ഉണ്ട്, സിയും പെന്നും ഉണ്ട്, പെന്നും കാൽക്കുലേറ്ററും ഉണ്ട്, കാൽക്കുലേറ്ററും വാച്ചും ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. സോ ഡിയുടെ കണക്ഷൻ അടുത്തുണ്ട്, ഡിയും ബാഗും ഉണ്ട്. സോ നമുക്ക് ആദ്യം സി എയും വെക്കാം. സി എ എവിടെ വെക്കാം? ഇതാണ് പലരുടെയും ചോദ്യം. നിങ്ങൾക്കത് താഴെ നിന്ന് തുടങ്ങാം, നിങ്ങൾക്കത് മേളിൽ നിന്ന് തുടങ്ങാം. ഞാനത് മേളിൽ നിന്ന് തുടങ്ങുന്നു. ഏറ്റവും ടോപ്പിൽ സി എ ഇടുന്നു, തൊട്ടിപ്പുറത്ത് എ ഇടുന്നു. നോക്കിയേ ഇനിയും. സോ നിങ്ങൾക്ക് താഴെ ഇടാം, എങ്ങനെയാണെന്ന് വെച്ചാൽ. പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് മാറുന്നു അതിനകത്ത്. ദെൻ സി കഴിഞ്ഞ് 3 കഴിഞ്ഞ് പെൻ. 1 2 3 കഴിഞ്ഞ് പെൻ. ഓക്കെ. ദെൻ പെന്ന് കഴിഞ്ഞ് 2 കഴിഞ്ഞ് കാൽക്കുലേറ്റർ. പെന്ന് കഴിഞ്ഞ് 2 കഴിഞ്ഞ് കാൽക്കുലേറ്റർ. അത് ഇങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം. പക്ഷെ അവർ കാര്യം പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്ററിൻ്റെ തൊട്ട് മുകളിൽ ജി വരും. നിങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ 1 2 കഴിഞ്ഞ് ഇവിടെ കാൽക്കുലേറ്റർ വന്നാൽ അതിൻ്റെ തൊട്ട് മുകളിൽ ജി വരണം. അത് വരാൻ പറ്റില്ല. സോ പെന്ന് കഴിഞ്ഞ് 2 കഴിഞ്ഞ് കാൽക്കുലേറ്റർ, കാൽക്കുലേറ്ററിൻ്റെ തൊട്ട് മുകളിൽ ജി. ഇനിയും പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്ററിൻ്റെ മുകളിൽ എത്രയുണ്ടോ അത്രയും താഴേക്ക് വാച്ചുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ഇവിടെ ആണെങ്കിൽ ഇറ്റ്സ് എ പെയറിങ്. സോ അയാൾ ഇവിടെ ആയിരിക്കും വരുന്നത്. പെയറിങ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. സോ വാച്ച് ഇവിടെ വരുന്നു. ഇനി നമുക്ക് ആരെ പ്ലേസ് ചെയ്യാം? നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യാം. കണ്ടില്ല, അവർ 3 പേരുണ്ട്. 3 പേരുണ്ട്. ഡി എച്ച് ഇ അടുപ്പിച്ചടുപ്പിച്ച് വരണം. നമുക്ക് അവരെ ഡി എച്ച് ഇയുടെ വെക്കാം, ഡി എച്ച് ഇയുടെ വരാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എച്ചിന് നേരെ ലാപ്ടോപ്പ് വരണം. ഡി എച്ച് ഇയുടെ വന്നാൽ പറ്റില്ല. അപ്പോൾ ഡി എച്ച് ഇ, ഈ എച്ചിന് നേരെ ആര് വരണം? ലാപ്പ് വരണം. ഓക്കെ. അതിനകത്ത് ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡി കഴിഞ്ഞ് 2 കഴിഞ്ഞ് ബാഗ് വരണം. ഡി കഴിഞ്ഞ് 2 കഴിഞ്ഞ് മുകളിലോട്ട് പോകില്ലല്ലോ, ബാഗ് വരണം. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. നോക്കി, ബി കഴിഞ്ഞ് എഫ്. അപ്പോൾ ബി കഴിഞ്ഞ് എഫ്. നോക്കി, നമ്മുടെ ഇത് നമ്മൾ പൂർത്തിയാക്കി. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഐറ്റംസ്. ഏതൊക്കെ ഐറ്റംസാണ് ഇനിയും പെൻഡിങ് ഉള്ളതെന്ന് നോക്കുക. നമ്മുടെ കയ്യിൽ ഇനിയും ഇത് ചെയ്യാൻ നമുക്ക് ലാമ്പുണ്ട്, ദെൻ ബുക്കുണ്ട്, പെൻസിലുണ്ട്. ഈ 3 ഐറ്റം കൂടി ഇതിനകത്ത് കയറ്റണം. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ജിക്ക് ലാമ്പും ബുക്കും പിടിക്കില്ല. ലാമ്പും ബുക്കും ജിക്ക് പിടിക്കില്ല. അപ്പോൾ ജിയിൽ എന്ത് ചേർക്കണം? പെൻസിൽ. ഇനി ഡി എ, അപ്പോൾ പെൻസിൽ പോയി. ഇനി നമ്മുടെ കയ്യിലുള്ളത് ലാമ്പും ബുക്കുമാണ്. ഡിക്ക് എന്ത് പിടിക്കത്തില്ല? ബുക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഡിക്ക് എന്ത് കൊടുക്കണം? ലാമ്പ് കൊടുക്കണം. എക്ക് എന്ത് കൊടുക്കണം? ബുക്ക് കൊടുക്കണം. അല്ലേ? നോക്കിയേ, നല്ല അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്ന ഒരു നിർവൃതിയാണ് ഇങ്ങനത്തെ ഒരു പസിൽ ചെയ്ത് കഴിയുമ്പോൾ. എന്ത് സുന്ദരമായിട്ട് അത് ചെയ്തു പോകുന്നതെന്ന് നോക്കി. നിങ്ങൾ അതിനകത്ത് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, താഴോട്ട് ഇറക്കിയാൽ മതി. സോ ഞാൻ വെളിയിൽ നിന്ന് എടുത്തു, നിങ്ങൾക്ക് താഴെ നിന്ന് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇറ്റ്സ് അപ്രോച്ച്. സോ അവിടെ പരാജയപ്പെട്ടാലും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ അപ്രോച്ച് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇൻഫർമേഷൻ ഇങ്ങനെ എഴുതി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയല്ലോ, ഇത് സിംഗിൾ വേരിയബിളിനെക്കാട്ടി എന്ത് പെട്ടെന്ന് ബൈ വേരിയബിൾ ചെയ്തതെന്ന് കണ്ടോ. അത് നമ്മുടെ അപ്രോച്ചിൻ്റെ ഇതാണ്. സോ നിങ്ങൾ ആ ഒരു അപ്രോച്ചിലേക്ക് വാ. അപ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം വളരെ എളുപ്പമാവും. പി ഒ പ്രിലിംസിന് എങ്ങനെയാണെങ്കിലും നമുക്ക് 25-ന് മേളിൽ സ്കോർ ചെയ്യാൻ പറ്റും. അവരെത്ര വേണേൽ റീസണിങ് കട്ട് ചെയ്തോട്ടെ, പക്ഷേ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പസിൽ ചെയ്ത് ഇത് ശീലിക്കുക. അത് നിങ്ങളെ ഇതിലേക്ക്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ. ഹു അമംഗ് ദ ഫോളോയിങ് പർച്ചേസ് എ പെൻസിൽ? പെൻസിൽ പർച്ചേസ് ചെയ്ത ആര്? ജി. ഹൗ മെനി പേഴ്സൺസ് പർച്ചേസ് ആൻ ഐറ്റം ബിറ്റ്വീൻ എ ആൻഡ് ദ വൺ ഹു പർച്ചേസ് ബാഗ്? എയുടെയും ബാഗിൻ്റെ ഇടയ്ക്ക്, എ ഇവിടെ, ബാഗിൻ്റെ ഇടയ്ക്ക് എത്ര പേര് പർച്ചേസ് ചെയ്തതാണ്? സോ ഇറ്റ് ഈസ് 3. അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് ഇൻകറക്റ്റ്?
ഏത് പേരാണ് ഇൻകറക്റ്റ്? ഡി വാച്ച് അല്ല, ഇ പെൻ, ഈ പെന്നാണ്, ബി ബാഗാണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും. ജി പെൻസിലാണ്, എഫ് കാൽക്കുലേറ്ററാണ്. സോ ഡി വാച്ച് ഇസ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ ആയിട്ട് വന്നത്? ജി പർച്ചേസ് ബിഫോർ ദ വൺ ഹൂ പർച്ചേസ് വാച്ച് അല്ലേ? ജി പർച്ചേസ് ബിഫോർ ദ വൺ ഹൂ പർച്ചേസ് വാച്ച് അല്ല. എഫ് വാസ് ദ ലാസ്റ്റ് വൺ ടു പർച്ചേസ് ദ ഐറ്റം, അതെ, അതാണ് കറക്റ്റ്. വൺ ഹൂ പർച്ചേസ് പെൻ ഈസ് ദ ഫസ്റ്റ് വൺ അല്ല. ഈ പർച്ചേസ് എ നോട്ട്ബുക്ക് അല്ല. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിലൂടെ സിമ്പിളാണ്. ഓക്കെ, ഹൗ മെനി പേഴ്സൺ പർച്ചേസ് ഐറ്റം ആഫ്റ്റർ ദ വൺ ഹൂ പർച്ചേസ് ലാമ്പ്? ലാമ്പ് പർച്ചേസ് ചെയ്ത ആള് കഴിഞ്ഞിട്ട് ആൾക്കാർ എത്ര പേര് പർച്ചേസ് ചെയ്തു? സോ ലാമ്പ്, ഇതാണ് സീക്വൻസ് 1 2 3. സോ ലാമ്പ് പർച്ചേസ് ചെയ്തിട്ട് 1 2 3 4 5. സോ 5 ഈസ് ദ ആൻസർ. സോ നോക്കി, നമ്മൾ എന്ത് സുന്ദരമായ പസിലും കാര്യങ്ങളും ഒക്കെ ചെയ്തു. വളരെ ശ്രമകരമായിരുന്നു, എങ്കിലും വളരെ സുന്ദരമായിരുന്നു. അതിനകത്ത് ഈ ചെയ്യുന്നതിനൊക്കെയും പുറകിൽ കഠിനാധ്വാനങ്ങളുണ്ട്, അത് ഓർക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്ന് കരുതുന്നു. 24-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർ പ്രത്യേകിച്ച് അതിനകത്ത്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ കാര്യങ്ങളെല്ലാം, പസിലെല്ലാം നമ്മൾ സോൾവ് ചെയ്തു. മിസ്ലേനിയസും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇതിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് സോൾവ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങൾ ടൈമർ ഇട്ട് ചെയ്യുക അതിനകത്ത്. സോ നമ്മൾക്ക് ഇതിലേക്ക് പോയാൽ, ഞാനാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു നല്ലൊരാൾ നമ്മൾ നോക്കുമ്പോൾ, പസിൽ ചെയ്യാൻ അറിയാവുന്ന ആൾ നോക്കുമ്പോൾ, ചിലപ്പോൾ ഈ ബൈവേരിയബിളിനേക്കാൾ സിംഗിൾ വേരിയബിളിനേക്കാൾ ഞാൻ കൂടുതൽ ബൈവേരിയബിൾ എടുത്ത് ചെയ്തേനെ അതിനകത്ത്. സോ എനിക്കിത് വന്നാൽ ഞാൻ ആദ്യത്തെ സിലോയിസം ചെയ്യും, ദെൻ ആൽഫ ന്യൂമറിക് ചെയ്യും. അങ്ങനെ ഒരു 5 മാർക്ക്, കാരണം ഇന്നത്തെ ആൽഫ ന്യൂമറിക് കഴിഞ്ഞതിൻ്റെ അത്രയും പാടില്ലായിരുന്നു. സോ 5 മാർക്ക് ഞാൻ ഇത് ചെയ്യും. ഞാൻ ഏത് പസിൽ ആദ്യം ചെയ്യും എന്ന് ചോദിച്ചാൽ ഏജ് പസിൽ ആദ്യം ചെയ്യും. സോ ഏജ് പസിൽ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മൾ കണ്ടത് ഒന്ന് പാരലൽ പസിലായിരുന്നു, ഒന്ന് സർക്കുലർ അറേഞ്ച്മെൻ്റ് ആയിരുന്നു, ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് വേരിയബിൾ ആയിരുന്നു, ആൻഡ് സീക്വൻസ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ സീക്വൻസ് രണ്ടാമത് ചെയ്യും, കാരണം അത് ഇച്ചിലൂടെ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്, കാര്യങ്ങൾ എളുപ്പമാണ്. സോ തേർഡ് ഞാൻ കൊടുക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് വേരിയബിൾ, അതും എളുപ്പമായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചുകൂടെ എളുപ്പമായിരുന്നു. ആൻഡ് ഫോർത്ത് ഞാൻ ചെയ്യുന്നത് സർക്കുലറായിരുന്നു, കാരണം അത് സ്ട്രെയിറ്റ് ലൈനിലിട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിരുന്നു. സോ സർക്കുലർ, കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇച്ചിരി ട്രിക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് 4ാമത്തേക്ക് വെച്ചത്. ആൻഡ് പാരലൽ പസിൽ ഇച്ചിരി ട്രിക്കിയായിരുന്നു. സോ അത് ലാസ്റ്റത്തേക്ക് മാത്രം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇങ്ങനെ ചെയ്തു പോവുക, അല്ലാതെ എപ്പോഴും നമ്മൾ സിംഗിൾ വേരിയബിൾ ആദ്യം ചെയ്യാൻ നിൽക്കരുത്. ചില സിംഗിൾ വേരിയബിൾ നമ്മളെയും കൊണ്ട് പോകും. അത് നമ്മൾ കടലിൽ പോകുമ്പോൾ തിമിംഗലം നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ പോകും, നമ്മൾ ഒരിക്കലും അറിയില്ല. ഇത് നമ്മളെ അനന്തമായ ആഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. സോ നല്ലപോലെ അനലൈസ് ചെയ്ത്, നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിയാൽ 1 മിനിറ്റ് ആ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, നല്ലപോലെ അനലൈസ് ചെയ്യുക, എവിടും തുടങ്ങണം. മിസ്ലേനിയസ് ആദ്യം ചെയ്യുക, കാരണം അത് ഒരിക്കലും അങ്ങനെ അത്രയും ടഫായിട്ട് വരില്ല. സിലോയിസം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് മതി അത് ചെയ്യാൻ, മനസ്സിലായോ? സോ ആ 20 മിനിറ്റിൽ 1 മിനിറ്റ്, ബാക്കി 19 മിനിറ്റ് പിന്നെയും കിടപ്പുണ്ട്. സോ ഇത് ചെയ്യാനും 1 മിനിറ്റ് മതി. ബാക്കി 18 മിനിറ്റ് നിങ്ങൾക്കൊരു പസിലിലേക്ക് വരുന്നു. ഈ പസിലൊന്നും ചെയ്യാൻ അധികം സമയം വേണ്ട ശരിക്കും, മനസ്സിലായോ? നമ്മുടെ നല്ല മെത്തേഡ് കൊണ്ട് 2 to 2.5 മിനിറ്റ്, അതാണ് നമ്മളൊരു പസിലിന് കൊടുക്കുന്നത്. മാക്സിമം ആണ്. കാരണം എന്താ, പാരലൽ പസിൽ പോലുള്ള വരുമ്പോൾ ചിലപ്പോൾ 2.5 മിനിറ്റ് ആവും. എന്നാൽ ബാക്കി നേരത്തെ ചെയ്ത് അതൊക്കെ ഇതിലേക്ക് നമുക്ക് ലാഭിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതെപ്പോഴും ഓർത്തോളുക. സോ ഞാൻ എന്തിനാണ് 16-ാം തീയതിത്തെ പേപ്പർ ആരും ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല. 16-ാം തീയതി പേപ്പർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. കിട്ടിയ ഡേറ്റ അനുസരിച്ചാണ് ഞാൻ സോൾവ് ചെയ്തത്. എൻ്റെ കൂടെ പ്രയത്നിച്ച എല്ലാവർക്കും, നിങ്ങൾ എൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. 24-ാം തീയതി എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം എന്തായാലും ഒരു ഫ്ലോർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിൽ ചോദിച്ചില്ല. അപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. അറേഞ്ച്മെൻറ്റ് ചോദിക്കാം, ഫ്ലോർ ഇല്ലെങ്കിൽ ബോക്സ് ചോദിക്കാം, എന്തും ചോദിക്കാം. പക്ഷേ എന്തിനും ഒരുങ്ങിയിരിക്കുക. നമ്മുടെ മെത്തേഡ് പോലെ അനോട്ടേഷനിലേക്ക് മാറ്റിയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അധികം ആശ്രയിക്കാതിരിക്കുക. അനോട്ടേഷനിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്കത് ക്ലിയറാണ്.
പിന്നെ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് 1 2 3 ഇട്ടങ്ങ് ചെയ്താൽ മതി. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടുതൽ ആശ്രയിച്ചാൽ മിസ് ഇൻഫർമേഷൻ വരും. ഇൻഫർമേഷൻ മിസ്സാവുകയും ചെയ്യും, നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ വരികയും ചെയ്യും. അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. SBI PO മാത്രമല്ല, ഏത് പരീക്ഷയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന ഇത് അപ്പോൾ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. നല്ല സുന്ദരമായിട്ടത് ചെയ്ത് തീർക്കാനും പറ്റും. മാക്സിമം നമ്മളെ കൊണ്ടത് ഇത് ചെയ്യാനും പറ്റും. സോ ഇതാണ് എൻ്റെ അപ്രോച്ച് ഇതിലേക്കായിരിക്കും അതിനകത്ത്. സോ നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ 16ാമത്തെ ഷിഫ്റ്റ് നമ്മൾ ഫുള്ളി സോൾവ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ പ്രയോജനകരമായ ഒത്തിരി കാര്യങ്ങളുമായി കോമ്പസ് അക്കാഡമി മുന്നിലേക്ക് വരും. അതിന് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനകത്ത് മാനറിസങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേറൊരാളായി മാറാൻ പെട്ടെന്ന് പറ്റില്ല. അത് യൂട്യൂബിന് മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ വേറൊരാളായി മാറില്ല. എങ്ങനെയാണോ ഞാൻ അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത് അതിനകത്ത്. എങ്കിലും ഇത്രയും നാളും കുട്ടികളെ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് പഠിക്കുന്നത്. ബാക്കിയുള്ള കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ക്ഷമിക്കുക. സോ 24-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇത് നല്ലൊരു പ്രചോദനമാകട്ടെ. അവിടെ പോയി നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ഞാൻ പറയാം, മാത്സ് എന്തായാലും ടഫായിരിക്കും. മാത്സ് ടഫാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ നിങ്ങൾ റീസണിങ് നല്ലപോലെ സ്കോർ ചെയ്യുക. ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് നല്ലപോലെ ഇത് ചെയ്യുക. അപ്പോൾ മാത്സിൻ്റെ കുറവ് നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. സോ 20 to 25 അതല്ലാതെ നിങ്ങളൊരു ഇതിലേക്ക് വരരുത്. അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് 16ാമത്തെ നിങ്ങൾക്ക് നോക്കാം. 16ാമത്തെ ആരും സോൾവ് ചെയ്തിട്ടില്ല. നമ്മളത് സോൾവ് ചെയ്യാൻ മുന്നോട്ടിറങ്ങിയത് നിങ്ങൾക്കതൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. മുന്നോട്ട് പസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ മെത്തേഡിലേക്ക് വരികയും ചെയ്യാം. പുതിയ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക. പരാജയങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്നു വരിക. പരാജയങ്ങളെ പേടിക്കാതിരിക്കുക. ഞാൻ വിൻസ്റ്റൺ ചർച്ചിലിനെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ പേടി, നിങ്ങൾക്ക് മാത്സ് ആണോ പേടിയെങ്കിൽ നിങ്ങൾ മാത്സ് കൂടുതൽ ചെയ്യുക. റീസണിംഗ് ആണ് കൂടുതൽ ചെയ്യുമെങ്കിൽ റീസണിംഗ് കൂടുതൽ. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഓരോ ക്ലാസ് ഇടുന്നത്. കോമ്പസ് അക്കാഡമി 10-11 വർഷത്തോളമായി കുട്ടികളെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നു. എന്നാൽ ഓൺലൈനിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ സഹായകരമാകട്ടെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും വരട്ടെ. അതിന് സഹായകരമാകാൻ ഞങ്ങൾക്കും നിങ്ങൾക്കൊരു തണലായി നിൽക്കാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ടോബി ശരത് തോമസൺ.